എല്ലാവർക്കും നമസ്കാരം. രസകരമായൊരു വാർത്ത കണ്ടു. PSC പ്രായപരിധി 40 ഞങ്ങൾ പറയുന്നത് PSC പ്രായപരിധി 40 എന്നുള്ളത് ഒരു 55 വയസ്സാക്കി ഉയർത്തണം എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. തന്നെയല്ല, 15 വർഷം ജോലി ചെയ്താൽ മാത്രമേ മുഴു പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന ഒരു വ്യവസ്ഥ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ 40 ആക്കിയേക്കുന്നത്. 40ഉം 15ഉം 55ഉം 1ഉം 56, 16 വർഷമാകുമ്പോൾ മുഴു പെൻഷൻ കിട്ടുമല്ലോ. അതായത് 15 വർഷം ജോലി ചെയ്തുള്ളെങ്കിലും 50 വർഷം പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതി വേണം നിയമിക്കാൻ. അതുകൊണ്ട് 40 വയസ്സിലോട്ട് PSCയുടെ പ്രായപരിധി ഉയർത്തി. എന്നിട്ട് അതിപ്പോൾ 55 ആക്കിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നിയമം ഒന്ന് ഭേദഗതി ചെയ്ത് കൊണ്ടുവരണം എന്നാണ് നമുക്കതിനകത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത്, ആഴ്ചയിൽ ഇപ്പോൾ 5 ദിവസം ജോലിയും 2 ദിവസവും അവധിയും എന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റണമെന്ന കാര്യങ്ങൾക്ക് ആലോചന നടക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ ആക്കരുത്. ആഴ്ചയിൽ 5 ദിവസം അവധിയും 2 ദിവസം ജോലിയും ആക്കി മാറ്റാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. 1,35,000 പിൻവാതിൽ നിയമനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അതെല്ലാം റദ്ദ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കിയോ, ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും നടക്കുകയില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ ഭരണപ്രതിപക്ഷം പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ? എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ടേ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓഫീസിൻ്റെ വാതക്കലൊക്കെ ചെല്ലുമ്പോൾ പഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാതക്കലൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് ഈ വിരൽ, തള്ളവിരലോ ചൂണ്ടുവിരലോ ഏതെങ്കിലും ഒരു വിരൽ അവിടെ വെച്ചാലേ പതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാങ്കേതികത വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് മൊബൈലിലോട്ട് നോക്കി ഫേസ് വെച്ച് ആക്കുന്ന പരിപോലെ ആക്കി. ഈ ദിവസങ്ങളിൽ നിരന്തരം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുക. മനോരമ, മാതൃഭൂമിയിലും ഒക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ മുഖത്ത് നോക്കി മൊബൈലിലോട്ട് നോക്കി ഇങ്ങനെ ഹാജർ വെക്കാം. അപ്പോൾ അവർ ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും വീട്ടിലിരുന്നും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാലും ഹാജർ കൃത്യമായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മാതൃഭൂമിയൊക്കെ പല വാർത്തകൾ ഇറക്കിയിട്ടുണ്ട്. അവരതിൻ്റെ ലേഖകന്മാർ പുറകെ നടന്നപ്പം 10 മുതൽ 11 മണി വരെ ഒക്കെ വന്ന് ഓഫീസിൻ്റെ വാതൊക്കെ നിന്ന് മൊബൈലെടുത്ത് ഹാജർ വെക്കുന്നവരുണ്ട്. വൈകുന്നേരം 5:20 വരെയാണ് ഇവരുടെ സമയമെങ്കിലും ഇവരൊരു 4 മണി തൊട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അന്നേരം എല്ലാം പഞ്ച് ചെയ്ത് പോകുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം സഹിതം അവരിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാങ്കേതികവിദ്യ വളർന്നാലും ഇതിനെയെല്ലാം മറികടന്ന് ഇറങ്ങിപ്പോകാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പോൾ 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും ഇപ്പോൾ ജോലിയില്ലെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോ വന്നെങ്കിൽ ഈ 40 വയസ്സ് വരെ നീട്ടുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന് ചിന്തിക്കുമ്പം ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാകും. ഈ യുവാക്കന്മാരിങ്ങനെ പരീക്ഷ എഴുതിയിട്ട് നോക്കിയിരുന്നോളും. ഇന്ന് കിട്ടും, നാളെ കിട്ടും, നാളെ കഴിഞ്ഞ് കിട്ടും, കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടിയേക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു പരസ്യം കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കാത്തിരുന്നോളും. ഇനി വേറൊരു ഭാഗം കൂടെ പറയാനുള്ളത്, ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്മാർ ചിലരെങ്കിലും സമയത്തൊന്നും വരുന്നുമില്ല, വരുന്നവർ കൃത്യമായിട്ട് ജോലിയും ചെയ്യുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നെ ഫോൺ വിളിച്ചപ്പം ദീർഘനേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയാറായി. അതുകൊണ്ട് ഈ പഞ്ചിങ് സംവിധാനം അവിടെയും കൂടെ ഒന്ന് ഏർപ്പെടുത്തണം. അപ്പോൾ പഞ്ചിങ് സംവിധാനം അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ യുവമാർ വീട്ടിലിരുന്ന് പഞ്ച് ചെയ്യുമെങ്കിൽ എയ്ഡഡ് മേഖലയിൽ ഇത് ആക്കിയിട്ട് എന്താ കാര്യം? അല്ല, അന്നേരം പല പല കാര്യമുണ്ട്. അദ്ദേഹം പറയുക, ഈ അങ്ങനെയുള്ള അധ്യാപകർ പലരും പാർട്ട് ടൈം അധ്യാപകരെ വെച്ച് ജോലി എടുപ്പിച്ചിട്ട് പലരും ദൂരദേശങ്ങളിലൊക്കെ പോയി ഇഞ്ചി കൃഷിക്കൊക്കെ പോയിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ, അത് പിടിക്കുകയല്ലേ? അത് പിടിക്കാനൊന്നുമില്ല, ഇവർ അവധിയാണെന്നും പറഞ്ഞ് പോവും. അവധിയാണെന്നും പറഞ്ഞ് പോയിട്ട് 3-4 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് അത് ഒപ്പിടുമെന്നാണ് പറയുന്നത്. എന്താണെന്നറിയത്തില്ല. ഏതൊക്കെയായാലും കുത്തഴിഞ്ഞ ഒരവസ്ഥയിലേക്ക് ഇത് മാറുക. പഞ്ചിങ് സംവിധാനം ഈ ആധുനിക സാങ്കേതിക വിദ്യ വെച്ച് ഈ മൊബൈലിലോട്ട് ഫേസ് ലോക്ക് വെച്ചൊക്കെ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇവരെവിടെ നിന്നാലും ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ദിവസം കഴിയും തോറും ഇവരെ ജോലി എടുപ്പിക്കാനായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ഇവർ ഇത്ര വിദഗ്ധമായിട്ടിത് പഠിച്ച് മനസ്സിലാക്കുന്നെങ്കിൽ നമ്മൾ എന്നാ പറയാനാ? ഇത് ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, ഈ മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റാഫിനെ ശ്രദ്ധിക്കുകയല്ലേ? അന്നേരം അവർ പറയോ, അത് നിങ്ങൾക്കറിയാൻ മേലാത്തത് കൊണ്ടാണ്. ഈ പലരും മാനേജ്മെൻറ്റിനേക്കാളും അധികാരമുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പലരും അധ്യാപക സംഘടനയുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നവരാണ്. അവരെ ചൊറിഞ്ഞ വിവരം അറിയുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. കേട്ടക്റ്റ് അത് പാസ്സാകാത്തവരെ ഉദ്യോഗസ്ഥ നിർത്താത്തതിന് ഉദ്യോഗസ്ഥയിൽ നിന്ന് ഇറക്കുമെന്നും പറഞ്ഞ്
അതിൻ്റെ പേരിൽ പ്രതിഷേധം ശക്തമാവുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം ഈ PSCയുടെ പ്രായപരിധി 40 നിന്ന് 55 വർദ്ധിപ്പിക്കണമെന്നും ഈ 15 വർഷം ജോലി ചെയ്താൽ മുഴു പെൻഷൻ കിട്ടുമെന്നുള്ളത് ഒരു 15 ദിവസം ജോലി ചെയ്താൽ മുഴു പെൻഷൻ കിട്ടുന്ന രീതിയിലും കാര്യങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ സമൂഹത്തിലെ പൗരന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ മേഖലയും ലളിതമാക്കി കൊടുക്കണം എന്ന ഗവൺമെൻറ്റിനോട് താണു വീണ് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.